സലിമിൻ്റെ ഒരുപാട് വേഷപ്പകർച്ചകൾ, ഒരുപക്ഷെ മലയാളിക്ക് ചിരിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സലിം സൃഷ്ടിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് CID മൂസ പോലുള്ള പടങ്ങളിലൊക്കെ എത്രയോ പടങ്ങളിൽ ഇങ്ങനെ സലിം ഒരു എന്താ പറയുക അവിഭാജ്യ ഘടകമായി. സലിം കുമാർ ഇല്ലെങ്കിൽ ആ പടം പൂർണ്ണമാകുന്നില്ല എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ആ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സലിമിനെ ചെവി പിടിച്ചിട്ട് ഒരാൾ തിരിച്ചു വിട്ടു. ഇനി ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞു. കാണണോ? നോക്കളെ, ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പടം. ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നില്ലെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ്. പക്ഷെ ആ സിനിമയിൽ നിന്ന് സലിം പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വേണേ സലിമിൽ നിന്ന് പോയി മറഞ്ഞേനെ. അതെ 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 അതൊരു വഴുത്തിരിവായിരുന്നു. ഈ ഉരുപ്പടിയിൽ നിന്ന് ചില സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് ചില സംവിധായകന്മാർക്ക് ഇതായിരുന്നു. ഈ പടമായിരുന്നു, ഈ പടം തന്നെയായിരുന്നു. കാരണം അത് ബോധ്യപ്പെട്ടത് വേറെ ആർക്കുമല്ല, കമൽ തന്നെ ബോധ്യപ്പെട്ടത്. ആ ഒരു ഗ്രാമഫോൺ എന്നുള്ള സിനിമയിലൂടെ കമലിന് സലിം എന്നുള്ള ഈ നടൻ്റെ മുകളിലുള്ള വിശ്വാസം ഇരട്ടിച്ചു, വർദ്ധിച്ചു. നോക്കാം. സലിം ആമോളേപ്പ പെരുമഴക്കാലമായ ഒരു കഥാപാത്രം. അല്ല, ഇതിൻ്റെ രഹസ്യങ്ങൾ, പിന്നീടുള്ള രഹസ്യങ്ങൾ അറിഞ്ഞത് ഞാൻ ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഈ പെരുമഴക്കാലമൊക്കെ മത്സരിക്കുന്ന സമയത്ത് അന്ന് ജൂറി കമ്മിറ്റിയിലുള്ള ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിട്ട് പരിഗണിച്ചൊരു പടം ഉണ്ടായിരുന്നു, അറിയാമെന്ന് വെച്ചു. അങ്ങനെയില്ല, പെരുമഴക്കാലം എന്ന് പറഞ്ഞിട്ട് തമിഴ് ഡയറക്ടറാണ്. ആ, പെരുമഴക്കാലം. പക്ഷെ അത് അന്നേരത്ത് വേറെ ഇതൊക്കെ വന്നിട്ട് ഫൈനൽ റൗണ്ടിൽ വന്ന ഇത് ഞാൻ അറിഞ്ഞിട്ടുമില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങേര് പറഞ്ഞപ്പോഴാണ് ഞാനതറിയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് സലിമിന് മാറാൻ പറ്റുമെന്ന് സലിമിന് മനസ്സിലായോ? അതെ, ഇതൊക്കെ തന്നെ ആയിരിക്കാം. ഈ ചിരിയും കുറെ കോപ്രായവും കോമാളത്തിലും ഒക്കെ കാണിച്ചു നടന്നിരുന്ന ഒരാളെ പിടിച്ച് ഇതുപോലുള്ള വളരെ തീഷ്ണമായ സാന്ദ്രമായ വേഷങ്ങൾ കമലങ്ങോട്ട് കൈമാറി. മലയാളത്തിൽ അപൂർവം കോമഡി നടന്മാർക്ക് മാത്രമേ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയുള്ളൂ. അതെ, കോമഡിയിൽ ജീവിതം ആരംഭിച്ച് കോമഡിയിൽ ഹോമിച്ചവരാണ് ബഹുഭൂരിപക്ഷം കോമഡി നടന്മാർ. പക്ഷേ ഈ ഒരു കഥാപാത്രത്തിന് വലിയൊരു അംഗീകാരമാണ് ആയി വന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും സലിം കുമാർ തൃപ്തനായില്ല. ഒരുപക്ഷെ സലിം കുമാറിൻ്റെ രാശി വീണ്ടും തെളിഞ്ഞു. മനസ്സിലൊന്ന് തൊട്ട് ഞാനല്ലേ. അതെ, പഴയ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചില സമയത്ത് ഒരു വോയിസ് ബ്ലോക്ക് ഒക്കെ വരുമല്ലോ. ഞാൻ സ്പർശിക്കുന്നുണ്ട് സലിമിൻ്റെ മനസ്സിൽ വല്ലാതെ. തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്. സമ്മിശ്ര വികാരങ്ങളിങ്ങനെ നെഞ്ചും കൂടിൻ്റെ ഉള്ളിലിങ്ങനെ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇതാ നെഞ്ചടിച്ചോണ്ടിരിക്കും. കൈനോട്ടക്കാരൊക്കെ പറഞ്ഞവരാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ കൈനോട്ടക്കാരൻ്റെ പണി അല്ലെങ്കിലും പക്ഷേ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെന്ന് എനിക്കറിയാം. ജ്യോതിഷത്തിൽ ഇപ്പോൾ കുറേ വിശ്വാസമുണ്ട്. നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ എൻ്റെ അനുഭവങ്ങൾ ജ്യോതിഷത്തിൽ കുറച്ച്. ഞാനൊരു ഈശ്വരവിശ്വാസിയാണെങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസി അല്ല. പക്ഷേ സലിം വളരെ വിളവനാണ്. എന്നാ കാരണം വെച്ചാൽ ഈ ജ്യോതിഷിയുടെ അടുത്തേക്ക് ഭാര്യയെ പറഞ്ഞു വിടുക. അതൊക്കെ എങ്ങനെ പറഞ്ഞു? ഞാൻ ഇന്നലെ പോയിട്ടില്ല, സത്യമാണ്. അതിനെ ഓളെ പറഞ്ഞു വിടും. സുനിത എന്താണ് സുനിത. സുനിത പോയിട്ട് ചോദിച്ചിട്ട് പാടി. അതൊരു സത്യമാണ്. അതൊരു നഗ്ന സത്യമാണ്. നഗ്ന സത്യമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയിട്ടുമില്ല. എനിക്ക് അവളാണെന്ന് പറഞ്ഞത് ഇന്ന സംഭവം എന്നൊക്കെ എൻ്റെ അടുത്തെന്ന് പറയുന്നത്. ഞാനൊക്കെ ആയിട്ട് നല്ല ബന്ധം. പറവൂർ പോകുന്നത് പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. ശ്രീധരൻ്റെ മകൻ രാകേഷ്. നേരിട്ട് പോകും. എനിക്ക് വേണേ നേരിട്ട് പോകാം അവിടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ പോകാറില്ല, അതിന് പണ്ടേ തൊഴിൽ പോകാറില്ല. അതിലാണ്ട് ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഭാര്യയെ വിടുകയും ചെയ്യും. ഭാര്യ പോകുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ രാകേഷൊക്കെ ആയിട്ട് നല്ല ബന്ധം. കാരണം രാകേഷിന്റെ വീട്ടിൽ എനിക്ക് മീനിന്റെ കുറച്ചതൊക്കെ ഉണ്ട്. ആ മീനൊക്കെ ഇങ്ങനെ പ്രസവിക്കാറായിട്ട് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ആ മീൻ അങ്ങനെ നിൽപ്പുണ്ടല്ലോ, ഇന്ന സംഭവം ചെയ്യും,
മീനുമായിട്ട് വർത്താനമുണ്ട് സലീമിനല്ലേ? ആ സംസാരമൊക്കെ ആയിട്ട് നീ നല്ല മീനിങ്ങനെ പൊളഞ്ഞു കിടക്കുമ്പോൾ എന്താണ് മൂപ്പരോടെന്നാ പറയുന്നത്? നീ അധികം കളിക്കണ്ട, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടോ? ഇല്ല, മീനോടൊക്കെ അങ്ങനെ ഒന്നും ക്രൂരമായി സംസാരിക്കില്ല. പൂരമായി അതിനോട് സ്നേഹിച്ചെങ്കിൽ മാത്രമല്ലേ അത് എന്താണ് മീനോട് സ്നേഹിക്കുമ്പോൾ എന്താണ്? മീൻ അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറയാം. ആ, ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും. അതെ. പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്തില്ലേ എന്ന്. ചില സമയത്ത് എൻ്റെ ഇത് സത്യം പറഞ്ഞാണല്ലോ, ഇത് നാട്ടുകാർക്ക് മുഴുവൻ തോന്നിയിട്ടുള്ള കാര്യമായി ഒരു കൗണ്ടറാവട്ടോ. അയ്യോ, അതിൽ എനിക്ക് സന്തോഷമുള്ള അല്ല, ഈ എൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരാണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇവരളകിന്ന് വിചാരിച്ചിട്ട് അല്ല, ഇളകിന്ന് വിചാരിച്ചിട്ട് തന്നെ. ഈ ഞാൻ തക്കാളി കൃഷി ചെയ്തു പാലക്കാട്. അപ്പോൾ തക്കാളിക്ക് 1 കിലോത്തിന് 3 രൂപയൊക്കെ ഉള്ളു. ഞാൻ പറഞ്ഞു ഫുൾ സംഭവങ്ങൾ വണ്ടി കയറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. വെറുതെ വിൽക്കാൻ തയ്യാറല്ല. വെറുതെ കൊടുക്കരുത്. കച്ചവടക്കാരുണ്ട് അന്ന് ഈ തേർഡ് പേഴ്സൺ വന്നിട്ട് ഇത് ചെയ്യണത്. അവൻ കൊണ്ട് നമുക്ക് വരുമ്പോൾ 50 രൂപ ഒക്കെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമല്ല, തക്കാളി കൊണ്ടുപോകും. ഇപ്പം തക്കാളി കൊണ്ടുപോകണം, അല്ലാണ്ട് സഞ്ചിയിൽ വാരിയിട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയൊക്കെ വാങ്ങിച്ചത് പിന്നെ ആരും വരാതായി. സലീം വീട്ടിൽ പോകണ ഓണ്ടട്ടാ തക്കാളി വരോട്ടാന്ന് പറഞ്ഞിട്ട് അവൻ മുഴുവട്ടായി. അതെ. അപ്പൊ പലരും ചിന്തിക്കും പിന്നെ ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എൻ്റെ പല പ്രവൃത്തികളും ആളുകൾക്ക് ഭ്രാന്താണെന്ന് തോന്നാവുന്ന പ്രവൃത്തികളാണ്. ഭ്രാന്താണെന്ന് തോന്നാവുന്ന രീതിയിലേക്ക് അങ്ങ് വരും സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഭ്രാന്തിൻ്റെ അസുഖമില്ലേ. അത് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സലിം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു രൂപമാണ്. സലിമിൻ്റെ സിനിമയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ യാതൊരു തകരാറ് സംഭവിച്ചിട്ടില്ല. സലിമിൻ്റെ ഒരു വേഷത്തിന് പോലും ഒരു ചോർച്ച സംഭവിച്ചില്ല, ഒരു ലോപം സംഭവിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കമലൻ്റെ ഗ്രാമഫോണിൽ നിന്ന് തുടങ്ങി മറ്റേ സിനിമയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കമലൻ്റെ തന്നെ ഒരു അസോസിയേറ്റ് വേറൊരു സിനിമ എടുത്തു, കണ്ണോ വരട്ടെ. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ. അച്ഛൻ ഉറങ്ങാത്ത വീട്, അച്ഛന് ഉറക്കം വരില്ല. അതെ, പല അച്ഛന്മാരുടെ ഉറക്കം പോയ ഒരു സിനിമയാണ് ഇത്. പീരിമേഡ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ചേച്ചി വന്നതിനോട് എന്താണ് ഈ പടത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ അച്ഛൻ ഉറങ്ങാത്ത വീടെന്നാണ്. എന്താണ് ഇതിൻ്റെ കഥ? ഞാൻ പറഞ്ഞ് ഒരച്ഛൻ 3 പെമ്മക്കൾ എൻ്റെ പൊന്നുമോനെ മതി. ഇപ്പം മനസ്സിലായി എന്താണ് കഥ എന്നുള്ളത്. 3 പെമ്മക്കളുണ്ടെങ്കിൽ എങ്ങനെ ഉറങ്ങും? 3 പെമ്മക്കളുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ. ആ ചേച്ചി പറഞ്ഞു. പിന്നെ മനസ്സിലായി, അതിപ്പോൾ മനസ്സിലായി. അച്ഛന് 3 പെമ്മ, അച്ഛന് ഉറക്കമുണ്ടാവൂലെന്നും. ഒരു മകൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഹായ് പപ്പേ, സുഖാണോ? നമ്മളിപ്പോൾ കുറച്ചായി കണ്ടിട്ടല്ലേ. അച്ഛനുറങ്ങാത്ത വീട് നമ്മുടെ 2 പേരുടെയും ലൈഫിൽ എടുത്ത് പറയേണ്ട ഒരു മൂവി തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു അത്. പക്ഷേ എനിക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. സലിമേട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ഞാൻ പപ്പയെന്ന് വിളിച്ച് പുറകെ നടക്കുമായിരുന്നു. ഇപ്പം എവിടെ വെച്ചിട്ട് കണ്ടാലും ഞാൻ അങ്ങനെ തന്നെയാണ് സലിമേട്ടനെ വിളിക്കുന്നത്. 2 പേരാണ്, പക്ഷെ ഞാനും ഒരു 3ാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു ഫീല് പപ്പയ്ക്ക് എന്നോട് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും പപ്പയുടെ മോള് തന്നെയല്ലേ? ചോദ്യമാണ്. ഇവള് അന്ന് 8ൽ പഠിക്കുകയാണ്. അപ്പോൾ ലാലുവിനോട് ഇവള് പറഞ്ഞു എത്ര പഠിക്കാന്ന്? 10ൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു. അവള് 2 കയറ്റി പറഞ്ഞു. കാരണം ഈ പടത്തിൽ 8ൽ പഠിക്കാന്ന് കുഞ്ഞാണെന്ന് വെച്ചിട്ട് മാറ്റിയാലെന്ന് വെച്ചിട്ടാണ് 2 ക്ലാസ് കയറ്റി പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയത് ഈ മുക്തയുടെ സീൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ സീൻ എടുക്കാനുള്ളത്. ഈ കൊച്ചു ചെയ്യണ കണ്ടിട്ട് കിട്ടിങ്ങിപ്പോയി മുക്ത. എന്തോ സമയമോശം കൊണ്ടൊക്കെ തോന്നുന്നു മുക്ത ഇങ്ങനെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മുക്തയ്ക്ക് ഇതിനേക്കാളും വലിയ ബ്രേക്ക് കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് മുക്ത. പക്ഷേ സലിം തന്നെയാണ് പുള്ളിക്കാരത്തിൻ്റെ പപ്പ ഇപ്പോഴും. അതെ അതെ അതെ. ഈ സിനിമയ്ക്ക് സലിമിന് ബഹുമതി മേടിത്തുന്നു, മികച്ച 2ാമത്തെ നടനുള്ള അവാർഡ്.
പക്ഷെ ഒരു കൊമേഡിയൻ ആയതുകൊണ്ട് ഒന്നാമത്തെ ആ പദവി കിട്ടാതെ പോയി എന്ന് അന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അന്നൊരു ചെറിയ നിരാശ ഉണ്ടായിരുന്നുണ്ട്? ഒരിക്കലുമില്ല. ഇല്ല, ഒരിക്കലും മുഖത്ത് കാണാമായിരുന്നു. ഒരിക്കലുമില്ല. അപ്പോൾ ഈ അവാർഡ് കിട്ടാത്തപ്പോൾ ഒരു നിരാശ ഉണ്ടായില്ല. പക്ഷെ രണ്ടാമത്തെ മികച്ച നടന്നുള്ള അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയോ? തീർച്ചയായിട്ടും സന്തോഷം തോന്നി. അല്ലാണ്ട് അയ്യോ എനിക്കത് കിട്ടേണ്ടതായിരുന്നു, ഇത് കിട്ടേണ്ടതായിരുന്നു, അങ്ങനെ പാടില്ല. കിട്ടിയത് കൊണ്ട് സംതൃപ്തിപ്പെടാം. ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചൊന്നും അല്ലല്ലോ നമ്മൾ വന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആഗ്രഹമാണ്. അല്ലാണ്ട് ഞാൻ ജനിച്ചു വീണപ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നാൽ എനിക്ക് ദുഃഖം ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെ ഈ സിനിമയിലെത്തി എല്ലാം ബോണസാ. അതെ, ഈ സിനിമയിലെത്തിയതിന് ശേഷം കിട്ടിയ സംഭവങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള ഒരുപാട് സ്വഭാവ റോളുകൾ വന്നെങ്കിലും സലിമിനെ വീണ്ടും ഈ പറഞ്ഞ കോമഡിയൻ രംഗങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ കുറേ രംഗങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇനിയും പോകും ഞാൻ. ഇനി പോവും. ആ, കംഫർട്ട് എവിടെയാണോ? കംഫർട്ട് എന്നല്ല, ഈ ആൾക്കാരെ ചിരിപ്പിക്കും കിട്ടുന്നൊരു സുഖം കിട്ടില്ല അല്ലേ? വേറെ അത് ഞാൻ പറയാറുണ്ട് കോളേജിലൊക്കെ പോകുമ്പോൾ, നിങ്ങൾ ഇനി വലുതാവേ ചെയ്യരുത്. അതൊക്കെയാണ് ഒരു ഒരു സുഖിച്ച് നടക്കേണ്ട സമയം എന്ന് വെച്ചാൽ യൗവനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാരാബ്ധമായി. പിന്നീട് അങ്ങാട് കല്യാണം എല്ലാം കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി ജീവിതമായി. ആണോ? പിന്നെ അല്ലാണ്ട് സുരുതിയോട് പറഞ്ഞു. ഞാൻ എപ്പോഴേ പറയും, ഞാൻ പിള്ളേരോട് പറയും ഇതിപ്പോഴൊക്കെ നടത്തിക്കും. എന്താണ് ഇപ്പം ഈ അച്ഛനാവണ്ട എങ്ങനെയാണ് അച്ഛനാവണ്ട ബുദ്ധിമുട്ട് കൊടുത്ത് കല്യാണം കഴിക്കുമല്ലമ്മ. അച്ഛൻ എങ്ങനെയായിരുന്നു? ഒരുപാട് കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാട് എനിക്കറിയണം എന്നുകൊണ്ട് ഒന്ന് കല്യാണം കഴിച്ചാൽ അങ്ങനെ തോന്നിപ്പോകരുത്. എനിക്ക് പറ്റിയ അബദ്ധം ഒരിക്കലും എനിക്ക് തോന്നരുത്. പക്ഷേ സലിം സുനിതയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് സലിമിന് സിനിമയിൽ രാശി ഉണ്ടായെന്ന് സുനിത എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തെങ്കിലും പറയാൻ വേണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ആണോ? കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണല്ലോ എനിക്ക് സിനിമയിലേക്ക്. അതെ, പക്ഷെ ഭാര്യ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനും പറയുകയും ചെയ്തു മക്കളോട്, ഒരു ദിവസം തെറ്റിപ്പോയി എനിക്ക്. ഒരു ദിവസം തെറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാശുകാരത്തി അമ്മയായിട്ട് ജീവിക്കാമായിരുന്നു. നല്ല സൗന്ദര്യമുള്ള ഒരു സിനിമാ നടി ചിലപ്പോൾ ജീവിതത്തിലേക്ക് വന്നേനെ. ഒരു ദിവസം കൊണ്ട് ദൈവം ഓരോ കുടുംബാതകം ജീവിച്ചു. അതൊക്കെ ഓർക്കുമ്പോഴാണ് ദൈവത്തിനോട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. താങ്ക്സാ? ശരിക്കും ആണല്ലോ. അതെന്താ ഒരു സിനിമാ നടിയെ കിട്ടിയായിരുന്നു? സിനിമാ നടി മോശം ഞാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ദൈവത്തിനോട് നന്ദി. മനസ്സിലായി. സ്വന്തം ഭാര്യ നല്ല ഒരു ഹൃദയവിശാലതയുള്ള ഭാര്യന് തന്നിരുന്നല്ല. സിനിമാ നടി മോശമൊന്നും ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിട്ടേ ഇല്ല. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, വരട്ടെ. നാളെ ഞാൻ അമ്മനെ കൊണ്ട് പോയാ വരുമ്പോ കുറെ രാത്രിയാവും. നിന്റെ അച്ഛനോട് പറ, കൊച്ചിലെ നിന്റെ അച്ഛന്റെ മലവും മൂത്രവും കുറെ അവര് കോരിയതാ. ബ്രിഡ്ജ് അൻവർ റഷീദിന്റെ നല്ല രംഗമാണ്. അതെ, സലിമിനെ നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. സലിം ഉണ്ടതിനകത്ത് കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? ഉണ്ടാവണമല്ലോ. പക്ഷെ അയാൾ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയൂല. അമ്മ ഒരു ശല്യം കഴിയുമ്പോൾ അമ്മനെ കൊണ്ട് വഴി കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ പക്ഷെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി സലീമേ. എന്ത് കാലഘട്ടം? സലിമൊക്കെ സ്നേഹിച്ചിരുന്നു, നമ്മളൊക്കെ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു അനുഭൂതി ചിലപ്പം അമ്മമാരോട് ഇല്ലാതെ പോകുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഒരുപക്ഷെ സലിം ഇരുന്ന് ചിന്തിക്കുന്നൊരു കാര്യമായിരിക്കാം. ഇപ്പോഴുള്ള പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഡെയിലി കേൾക്കുന്ന അമ്മനെ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ കൊണ്ട് വഴി കൊണ്ടേ കളഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു നോക്കുക. സലിം ഈ പത്രവാർത്തയൊക്കെ വായിക്കുമ്പോൾ വല്ലാതെ ഉത്കണ്ഠാകുലനാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ലേ. കാരണം
ഞാൻ എൻ്റെ അമ്മയുടെ മലവും മൂത്രം വരെ കോരാൻ ഞാൻ തയ്യാറായിരുന്നു. അത് അമ്മക്കറിയായിരുന്നു. എൻ്റെ പേര് വിളിച്ചിട്ടാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അമ്മ എന്തോരം സ്നേഹം എനിക്ക് തിരിച്ചു തന്നു, അത് എത്രയോ തിരിച്ചു കൊടുത്തു ഒന്നുമല്ല. എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാര്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അറിയാം 2 പെണ്ണുങ്ങളാണ്, കുഴപ്പമുണ്ടാകും. എൻ്റെ ഭാര്യനോട് ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്താണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരിത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ് എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയരുത്. പിന്നെ അമ്മ ഇനി നിൻ്റേതായ രീതിയിൽ വരിക എന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. അതെ, ഇത്രയും കൊല്ലം ജീവിച്ചു കഴിഞ്ഞു. അത് ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു. ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു. അമ്മനെയും വിളിച്ച് പറഞ്ഞു, പൊന്നമ്മേ, നിങ്ങൾ തമ്മിൽ പല തല്ലെടുത്തുണ്ടാവും, ഇത് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്, എന്നെ വലിച്ചഴിക്കരുത്, എൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ അമ്മ വേണമെങ്കിൽ ഒന്ന് കൊടുത്തോ, അവള് കിട്ടണ വാങ്ങിച്ചോ, അല്ലാണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ ഇടപെടാതെ നിർത്തരുന്നു. ഒരു പ്രശ്നം ഇവർ തമ്മിലില്ല. 2 പേർക്കും അറിയാം ഞാൻ കേൾക്കില്ലെന്നുള്ളത്. പക്ഷെ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു മകൻ സിനിമാ രംഗത്തൊക്കെ. അയ്യോ, അമ്മനെ കൊന്നത് ഞാനാണെന്ന് ഞാൻ പറയാം. ഒരു കൊലപാതകം തന്നെയായിരുന്നു അമ്മയുടെ. കാരണം നമുക്ക് ഷുഗറിൻ്റെ അസുഖമുള്ള, ഡയബറ്റിക്കിൻ്റെ അസുഖമുള്ളതാണ്. അപ്പം ഞാൻ ഈ വേണ്ടാത്തതും വേണ്ടുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, എനിക്കറിയില്ല സംഭവം. ഇതൊക്കെ ഇന്നത് കഴിക്കാൻ പറ്റും, ഇന്നത് കഴിക്കാൻ പറ്റും എനിക്കറിയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ, ഇത് കുഴപ്പമാണ് ഞാൻ ചെയ്യണത്, നീ അതൊന്നും പേടിക്കണ്ട, നല്ല സമയത്ത് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഇതൊക്കെ കഴിച്ചിട്ട് മരിക്കണമെങ്കിൽ മരിച്ചു പോയിക്കോട്ടെ, യു കണ്ടിന്യൂ, നീ അത് തുടർന്നോ എന്ന് പറഞ്ഞു. കാരണം അമ്മയുടെ നല്ല പ്രായത്ത് ഇതൊന്നും വാങ്ങിച്ചു, കാരണം ഇത്രയും മക്കളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊന്നും സമയമില്ല എന്നല്ല. മാത്രമല്ല ഇവരായിരുന്നു 14 വയസ്സിലാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അതെ, മക്കളായിരുന്നു എല്ലാം. അതെ, വേറെ ഒന്നുമില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. 14 വയസ്സ് അമ്മ പറയുന്നു. പാവാടയെ കുറിച്ച് നടന്ന സമയത്താണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അച്ഛൻ. 14 വയസ്സുള്ള അമ്മക്ക്. അപ്പോൾ ഒരു 15 വയസ്സ് തുടങ്ങി അമ്മയെന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് സുഖമാണ്. അമ്മയ്ക്കെല്ലാം കൊടുത്തു, എല്ലാ സൗഭാഗ്യം കൊടുത്തു, തീർച്ചയായിട്ടും മുഴുവൻ കൊടുത്തു. ചോദിച്ചതൊന്നും കൊടുക്കായിരുന്നു ഒരു സംഭവം പോലും. അമ്മ മരിക്കുന്നൊരു അമ്മയായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ, അല്ലാതെ എൻ്റെ വൈഫല്ലായിരുന്നു. മരണം പ്രതീക്ഷിച്ചതായിരുന്നോ ആകസ്മികമായിരുന്നു? നമുക്ക് പ്രായം 65 ഒരു 70 അടുക്ക പിടിച്ചുള്ള സമയത്തായിരുന്നു. അമ്മക്ക് BP ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു. അമ്മ സലീമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്, മായാത്ത അടയാളം. അതെ, അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാനൊരു നല്ല നടനായിട്ടോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ടോ ഒന്നുമല്ല എനിക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയത്. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചതിനുള്ള ഈശ്വരൻ്റെ ഒരു സമ്മാനമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളതിന്. ഇതാ വരുന്നു. ജാതകം മാറ്റി എഴുതി ഹജ്ജിന് പോകാൻ വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കാനാണ്. വരട്ടെ. നമസ്കാരം സലീമേട്ട. ആദാമിൻ്റെ മകൻ അബുവിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സലീമേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്കും ഹജ്ജിന് പോകണമെന്നുണ്ട്, എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ആഗ്രഹം സലീം കുമാർ എന്ന് പറയുന്ന നടൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടായത്? ചോദ്യമാണ്. കാരണം ഈ സിനിമയിൽ നിറയെ ഈ ഹജ്ജ്, എനിക്കറിയില്ല ഹജ്ജ് യാത്രയുടെ ആ ഡെപ്ത് എന്താണെന്നും അറിയില്ല. പിന്നീടാണ് അതിനെക്കുറിച്ചൊക്കെ വായിച്ചും പിടിച്ചൊക്കെ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ സലീമിനോട് ചോദിച്ചു, എനിക്ക് സലീം എന്ന് വെച്ചാൽ സലീം അഹമ്മദിനോട് എനിക്കിങ്ങനെ പോകാൻ പറ്റും, ഒരാഗ്രഹം, അറിയാതെ വന്നൊരാഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ആ മുസ്ലിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഏത് ഒരാളെ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ സലീമ അത് അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഒരാളെ എനിക്ക് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പോകാൻ പറ്റില്ല, വേറെ ആൾ കാണുന്നതിലും എനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണുന്നത്. വിട്ടു, അത് വിട്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുണ്ടായിരുന്നു, അതിനെ വിമർശിച്ചുകൊണ്ടും ആളുണ്ടായിരുന്നു. അപ്പോൾ വിമർശകരനോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഈ സിനിമ തന്നെ പറയുന്നുണ്ട് അന്യരുടെ പൈസക്ക് പോകാൻ പാടില്ല എന്ന് ഈ ആദാമിൻ്റെ മകൻ അബു തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ സലിംകുമാർ ചെയ്തത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അന്യരുടെ പണം കൊണ്ട് പോകാൻ പാടില്ലെന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സിനിമയിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പം ചെയ്തത് തെറ്റല്ലെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലല്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. കാരണം ഞാനും ക്രൈസ്റ്റും തമ്മിൽ 80 തലമുറയുടെ വ്യത്യാസമുള്ളൂ. 80 തലമുറ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെ 80 പ്രാവശ്യത്തുമ്പോഴേക്കും ജീസസ് ക്രൈസ്റ്റായി. അങ്ങേരും ഞാനിവിടെ തമ്മിൽ 80 തലമുറയോടുള്ള വ്യത്യാസമുണ്ടെങ്കിൽ ഈ അലവിക്കുട്ടി ഞാനായിട്ട് എത്ര തലമുറയുടെ വ്യത്യാസം ഉണ്ടാവും? ഒരു 2, 3, 4, 5 പരമാവധി അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 തലമുറക്കും അപ്പുറം എൻ്റെ സഹോദരനോ അല്ലെങ്കിൽ മറ്റു അടുത്ത ബന്ധുവായിരുന്ന ആളാണ് അലവിക്കുട്ടി എന്ന ആള്. അയാൾക്ക് ഞാനെങ്ങനെയാണ് അന്യനാവുന്നത്? പിന്നെ ഇന്ന് വരെ ആ ചോദ്യം ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല. ദേശീയ പുരസ്കാരമാണ് കിട്ടിയത്, ചെറുതല്ല. അതുവരെ ഗ്ലാമറിൻ്റെ ലോകത്ത് വിരാജിച്ചിരുന്നവരും അല്ലെങ്കിൽ സ്വഭാവ നടനം കൊണ്ട് തിളങ്ങിയവരുമൊക്കെ പിടിച്ചെടുത്തിരുന്നൊരു ബഹുമതി മിമിക്രിയിലൂടെ സിനിമയിലേക്ക് കയറി ഒരുപാട് കോമാളിത്തം കാണിച്ച് ആൾക്കാരെ ചിരിപ്പിച്ച് അല്പം വഴിമാറി വന്ന സലിംകുമാർ കരകസ്ഥമാക്കി. വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർക്ക് പലരിപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്നുള്ള സത്യം. ഉൾക്കൊണ്ടിട്ടില്ല. ഇല്ല. പക്ഷെ ഉൾക്കൊള്ളാതിരുന്നിട്ട് കാര്യമില്ല. ഉൾക്കൊണ്ടേ പറ്റും. തൊട്ട് തീണ്ടായ്മയുണ്ടോ അക്കാര്യത്തിൽ സലിമേ? ഒരു തൊട്ട് തീണ്ടായ്മയുണ്ടോ അക്കാര്യത്തിൽ? തൊട്ടു തീണ്ടായ്മ വിഷമങ്ങളുണ്ട് പലർക്കും. തൊട്ടു തീണ്ടായ്മ എന്നില്ല, വിഷമങ്ങളുണ്ട്. ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആളുകളെന്ന് വെച്ചാൽ ഞാൻ പബ്ലിക്കിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പബ്ലിക് ഇതേപോലെ ഒരു ആഘോഷിച്ച സിനിമാ വ്യവസായത്തിന്, അതെ, നടന്മാർക്ക് അതൊന്നും ഞാൻ അങ്ങനെ അടച്ച് ഞാൻ പറയുന്നില്ല. അടയ്ക്കേണ്ട, തുറന്നു പറഞ്ഞു. കാരണം എനിക്ക് അതുവരെ ശത്രുക്കളിൽ ഉണ്ടായില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽ ശത്രുക്കൾ ആരംഭിച്ചു. ഞാൻ ഒന്നും ചെയ്യാതെ ഒരാളെ ശത്രുവാക്കണ എന്തെങ്കിലും കാരണം വേണം, എന്തെങ്കിലും ഒരു കാരണം വേണം. ദേശീയ അവാർഡ് ആഹ്ലാദത്തോടൊപ്പം ശത്രുക്കളെയും പ്രദാനം ചെയ്തു. ഉണ്ട്, ഒരുപാട് ശത്രുക്കളായി, ഒത്തിരി പേര്. സലിംകുമാർ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടു. അപശബ്ദം. അതെ, അത് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ സിനിമയും താഴേക്ക് പോയി. സിനിമയെന്ന് സിനിമകളുടെ എണ്ണവും കുറഞ്ഞു. അല്ല, സിനിമകളുടെ എണ്ണം ചിലർ പറഞ്ഞു സലിംകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹനായപ്പോൾ അയാളുടെ ഹെഡ് വെയിറ്റ് കൂടി ബോഡി വെയിറ്റ് കുറഞ്ഞു. അത് പല സംഭവങ്ങളുണ്ടാവുമല്ലോ. വേണമെങ്കിൽ ഒരാളെ എപ്പം കൊണ്ടുവരേണ്ട സമയമായിരിക്കണം. അതെ അല്ലേ? സലിമിനെ നിർണായകമായി ഘട്ടത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ഒരാളാണ്. വരട്ടെ. സലീമിനെ പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും ആദ്യം ഓർമ്മ വരുന്ന സലീമിൻ്റെ ആ ഒരു നിറഞ്ഞ ചിരിയാണ്. ആ ചിരി ഒരുപാട് കണ്ടിട്ടും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സലീമിനെ എന്താ പറയുക, ആദ്യം ഒരു മിമിക്രി താരമായിട്ട് കണ്ടു, പിന്നീട് ഗൗരവമുള്ള വേഷങ്ങളിലേക്ക് സലീം മാറി. അത് നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അങ്ങനെ ഒരു രീതിയിൽ സലീമിനെ ആദ്യമായിട്ട് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഗൗരവമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു, നാഷണൽ അവാർഡ് കിട്ടി. അതിനുശേഷം സലീം എന്താണ് ഇനി വലിയ ഗൗരവമുള്ള കഥാപാത്രങ്ങളെ മാത്രമേ അഭിനയിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ എന്താ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സിനിമയിലേക്ക് അങ്ങോട്ട് സജീവമായിട്ട് കാണാത്തതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അത് സ്വയം ഒരു മാറി നിൽക്കലാണ്. എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടുന്ന കഥാപാത്രങ്ങൾ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ളൊരു വാശിയാണോ, അതോ ഇനി ഇത്തരം എന്താ പറയുക തമാശ വേഷങ്ങളിലൊന്നും അഭിനയിക്കേണ്ട ഒരാളല്ല ഞാൻ വലിയൊരു നടനാണ്, ഇന്ത്യയിലെ മഹാനടനാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ സലീമിന്? തീർച്ചയായിട്ടും ജനപ്രിയ സിനിമകളിലും സലീമിനെ ഇനിയും ഒരുപാട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. വളരെ പ്രസക്തമായ ചോദ്യങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയും സലീമിനെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള ചിന്താഗതിയുടെ ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിച്ചു. അതെ, ഇതിൽ തൃപ്തനാണോ? അല്ല, തൃപ്തരെന്ന് വെച്ചാൽ എനിക്ക് കൂടി പറയാനുള്ളൂ. പറ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇനി ഇത് എടുക്കാൻ ഭാരം കൂടുതലാണ് ഈ ചോദ്യത്തിനെങ്കിൽ വേണേ ആ ഭാരത്തെ ലഘൂകരിക്കാൻ വേണേ സലീമിൻ്റെ ഒരു സുഹൃത്തിനെ കൂടി വേണേ രംഗത്ത് ഇറക്കാൻ വേണേ. വേണോ? അല്ല, കമൽ സാറിൻ്റെ ആ ഭാരിച്ച ചോദ്യത്തോട് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
അല്ല, എനിക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വേണം ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് പ്രതികരിച്ചു. പ്രതികരിച്ചോ. ഓക്കെ. ശരി, വരട്ടെ എന്നാൽ. ദേശീയ അവാർഡ് കിട്ടിയത് എൻ്റെ കൂട്ടുകാരന് കുറച്ച് കുഴപ്പം ഉണ്ടാക്കിയില്ലേ ഫീൽഡിൽ? കാരണം ഒരുപാട് ചിരിപ്പിച്ചിരുന്ന സലീം ഒരുപാട് സീരിയസ് ആയിട്ട് ജനങ്ങൾ പിന്നെ സലീമിനെ കണ്ടോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കണ്ടോ ഡയറക്ടേഴ്സ് കണ്ടോ എന്നറിയില്ല. സലീമിന് ഇപ്പോഴും കോമഡികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിൽ പറയുമ്പോൾ ഒരുപാട് കോമഡികൾ പറയുന്നുണ്ട്. അത് കോമഡി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല സലീമിന്. പക്ഷേ ആ ദേശീയ അവാർഡ് കിട്ടിയോടുകൂടി കുറച്ച് സീരിയസ് ആയി ഇല്ലേ? ശരി, എന്തായാലും കമൽ സാറിനെ കൊണ്ടുവന്നു. താങ്കളുടെ അപൂർവം സുഹൃത്തുക്കളിൽ ഒരാളായ, വേണം 1.5 സുഹൃത്തുക്കളിൽ ഒരാളായ അതെ, നാദിർ ഷാ. ഞാൻ കൃത്യമായിട്ടാണ് പറയണം, 1.5 സുഹൃത്തേ ഉള്ളൂ അതെ സിനിമയിൽ. അതിലൊന്ന് കൊണ്ടുവന്നു വിട്ടു തന്നു, ഫീൽഡ് വിട്ടു തന്നിരിക്കുകയാണ്. ഇതിൽ ഇപ്പം ഞാൻ 1 വർഷമായി ഒന്ന് പിന്നോട്ട് പോയി. പിന്നോട്ട് പോയി ഇതാരെങ്കിലും പാര വെക്കുന്നതെന്നത് ശ്രദ്ധിക്കാൻ അങ്ങനെ പറ്റില്ല ഒരാൾക്ക്. അങ്ങനെ ഒരാളെ വേണ്ട എന്നൊന്ന് വെച്ചു ഇത്ര നാളെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ ഹെൽപ്പ് കൊണ്ട് ഒരു സിനിമയിൽ അങ്ങനെ പിടിച്ചിരിക്കാനോ ഒരാളുടെ ദ്രോഹം കൊണ്ട് സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഔട്ടാവാനൊന്നും ആർക്കും പറ്റില്ല. അത് എന്ത് പറ്റി അതിലേക്കാണ് ഞാൻ വരുന്നത്. എഴുന്നേപ്പിക്കട്ടെ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ പുതുതലമുറകളുടെ സിനിമ, ഈ സിനിമയിൽ എന്നെപ്പോലുള്ളൊരു നടൻ്റെ വേക്കൻസി അവിടെ കാണുന്നില്ല. ന്യൂ ജനറേഷൻ സിനിമകളിൽ വേക്കൻസി ഇല്ല. ഒരു കാരണം അത്. ഓക്കെ. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വരുന്ന കഥാപാത്രങ്ങളെന്ന് വെച്ചാൽ കോമഡി എന്ന് പറയുന്നത് കേട്ടാൽ കരഞ്ഞ് കണ്ണീര് പറ്റും. സീരിയസ് എന്ന് പറയുന്നത് കേട്ടാൽ ചിരിച്ച് മരിക്കുകയും ചെയ്യും. ഇതിൽ എനിക്ക് സാമ്പത്തികമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു പറ്റം ആളുകൾ ദ്രോഹിക്കുന്നതിന് നല്ലതല്ലേ കുറച്ചൊന്നും മാറി. അപ്പോൾ സെലക്റ്റീവായി. അതിന് വേറൊരു ഭാഷയാണ് സെലക്റ്റീവ് എന്നൊന്നും ഞാൻ പറയൂല. അതിന് കഥ പറയാൻ വരുന്നു, കഥ കേൾക്കുന്നു, അത് കൊള്ളത്തില്ല, അത് പ്രേക്ഷകരെ ദ്രോഹിക്കാൻ പോകുന്ന സിനിമയാണെന്ന് നിഗമനത്തിലെത്തുന്നു, വേണ്ടെന്ന് പറയണു. അങ്ങനെയല്ലേ? അത്രക്ക് മോശം തറ. അതൊക്കെ ഒരു നിൽക്കാനൊരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അതുപോലില്ലാത്ത തറയൊന്നും വെറും നിലം, തറ പോലില്ലാത്ത സ്ഥലം. ഇവിടെ എന്ത് ഉദ്ദേശിച്ചിട്ട്? കാരണം എൻ്റെ മക്കളാരും തല്ലൂടുന്നതാണ് നാളെ ഇറങ്ങി നടക്കുമ്പോൾ. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് സലീം മാറിയിരുന്നത്. പിന്നീട് എനിക്കൊരു 3 സിനിമ തമിഴിൽ, ഒരു പടം ഒറിയ ലാംഗ്വേജ് ചെയ്ത് ഈ പടത്തിന് നല്ലൊരു സമയം പോയി എൻ്റെ. തമിഴും ഒറിയ സിനിമയും കൂടി അപഹരിച്ചു. ഒരു 10-60 ദിവസം അപഹരിച്ചിട്ടുണ്ടാവും. 60 1.5 കൊല്ലോണി 4 പടത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി. 1.5 കൊല്ലം. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ നിന്ന് അല്പം അതൊരു കാരണമാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പടങ്ങളുണ്ട്. ഓക്കെ, വ്യക്തമായി. എന്തായാലും തലയ്ക്ക് പിടിച്ചിട്ടില്ല അവാർഡ്. എവിടെ പിടിച്ചാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഒരു അവാർഡ് കിട്ടിയ തലക്ക് പിടിക്കണമെന്ന് ആരാ ഇത് പറയുന്നത്? അതങ്ങനെ ഇത് ഞാൻ മറന്നു കഴിഞ്ഞ സംഭവമാണത്. എന്താ പറയാ, അല്ല ഇതും കൂടെ പറയാം. ഈ മഴ പെയ്ത് കഴിഞ്ഞാലും മരം നിന്ന് പെയ്യണമെന്ന് പറഞ്ഞ ഞാനത് വിട്ടിട്ട് ഞാൻ വേറെ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങി. പക്ഷെ വിടില്ല ആൾക്കാർ. ഇതാ ഒരു ക്ലിപ്പിങ്ങിലേക്ക് വന്നിട്ട് തിരിച്ചു വരാം. അയ്യോ, ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങനെ പോണേ? നിന്റെ കുഞ്ഞാന്നറ വീട്ടിലേക്ക് കണ്ടിട്ടുണ്ട്. ചേട്ടൻ ആരാണെന്ന് പറ. അയാളും ഞാനും തമ്മിൽ എനിക്ക് ബെസ്റ്റ് കൊമേഡിയനുള്ള അവാർഡ് വീണ്ടും വന്നു. ദേശീയ അവാർഡിന് ശേഷം വന്നതാണ്. അവാർഡ് വിടാതെ പിടികൂടുക. ഞാൻ പറഞ്ഞ അവാർഡ് പോകാൻ സമ്മതിക്കില്ല. അത് സലീം വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും അവാർഡ് പോകുന്നില്ല. സത്യം എന്ന് വെച്ചാൽ ഞാൻ ശത്രുക്കളുടെ എണ്ണം വീണ്ടും കൂടി ഞാനുണ്ടല്ലോ ഇത് വാങ്ങിച്ചത്. ഞാൻ എതിരുള്ള ആളാണ്. മികച്ച കൊമേഡിയനുള്ള അവാർഡിനോട് എതിർപ്പുള്ള ആളാണ്. പക്ഷേങ്കിലും വാങ്ങിച്ചെന്താ? അല്ലെങ്കിൽ വീണ്ടും അഹങ്കാരം.
എന്ന് പറയുന്നു. വാങ്ങണോ വേണ്ടയോ എന്ന് രണ്ടാമത് ആലോചിച്ചു. കാരണം അങ്ങനത്തെ ഒരു അവാർഡ് ഇല്ലപ്പാ. മികച്ച കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവാർഡില്ല. ഞാനത് മിനിസ്റ്ററോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് പറയാൻ പറ്റാവുന്ന സ്ഥലത്ത് പറഞ്ഞു. ദേശീയ അവാർഡ് മേടിച്ചൊരു നടനെ മികച്ച കൊമേഡി എന്നുള്ള അവാർഡ് കൊടുത്തിട്ട് ഒരുപക്ഷെ സലിംകുമാറിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആൾക്കാർ പ്രവർത്തിച്ചതാണെന്ന് ചില ആൾക്കാർ പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് താങ്കൾ വിശ്വസിച്ചില്ല? അതൊന്നും ആയിരിക്കില്ല. ചുമ്മാ വെറുതെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊത്തിയില്ലല്ലേ? ഇല്ല. കൊത്തനോ വേണ്ടോന്ന് ആലോചിച്ചു? ഇല്ല. ഞാൻ കരിമീനാണ്. കരിമീൻ അങ്ങനെ പെട്ടെന്ന് ചൂണ്ടിട്ട് പിടിക്കാൻ പറ്റില്ല. ശരി, ഒരു ചൂണ്ടയും വെച്ചിട്ടുണ്ട്. എന്നാ വരട്ടെ. അല്ല, എനിക്ക് പറയാനുള്ളത് തരും, സമയം തരൂ. വരട്ടെ ഒരു ചൂണ്ട. അഭിനയത്തില് തമാശയെന്നോ സീരിയസ് എന്നോ കോമഡി എന്നോ അങ്ങനെ തരംതിരിവുകളില്ലെങ്കിലും ജനങ്ങളെ ചിരിപ്പിച്ച ഒരുപാട് തമാശ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താങ്കൾക്ക് കോമഡി വേഷങ്ങൾ ചെയ്യുന്നതാണോ അതല്ല സീരിയസ് വേഷങ്ങൾ ചെയ്യുന്നതാണോ, എന്താണ് ഇഷ്ടം? താങ്കളിൽ നിന്നും പ്രേക്ഷകർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്താണ്? ഞാനിട്ട ചൂണ്ടയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി റസാഖും കൂടി രംഗത്ത് വന്നു. ഇത് പലരും പറയാറുണ്ട്, കോമഡിയാണോ സീരിയസ് ആണോ ഇഷ്ടം? ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെയുണ്ടോ? ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നോടല്ല ചോദിക്കണ്ട, മൂപ്പരോടെ ചോദിക്കണം. അതെ, മൂപ്പരായി ഇല്ലല്ലോ ഇപ്പൊ. അവരുടെ പ്രതിനിധിയായിട്ട് ബ്രിട്ടാസാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ശരി. റസാഖെ കേട്ടോളൂ. അതെ, ഒരു നടൻ അങ്ങനെ വല്ല ഉണ്ടോ? നിങ്ങൾ ഓരോന്ന് നമ്മളോട് പറയും, നമ്മൾ ചെയ്യും. അത് ചെയ്യുക. അതാ ഇത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം സലിമിനെ കുറിച്ച് സംശയമാണ്. ഈ ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ കാരണം എന്താ? സലിം എന്നുള്ള വ്യക്തിയെ അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും അവർക്ക്. ലാലേട്ടൻ, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് ലാലേട്ടൻ. മനസ്സിലായിട്ടില്ല? ലാലേട്ടൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ലാസ്റ്റ് പടത്തിന് സലീമേ എനിക്കിപ്പോൾ പേടിയാവുന്നു. ഞാൻ എന്താന്ന് ചോദിച്ചു, ഈ ആസനം എന്നൊക്കെ സലീമിനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, പറ്റിയ നല്ല ആസനങ്ങളാണ് ഞാൻ പറഞ്ഞോളാം, എനിക്കതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ലാലേട്ടനെ പോലത്തെ ഒരാള്. ലാലിന് മാത്രമല്ല, വേറൊരു സുഹൃത്തിന് അങ്ങേർക്ക് സംശയമുണ്ട്. നോക്കട്ടെ, ഇനിയിപ്പോൾ ഞാനുണ്ടാക്കിയ സംശയം എന്നും പറഞ്ഞാൽ എൻ്റെ മുകളിലേക്ക് വേണ്ട. സലിമിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സലിം സംവിധായകനായി മാറുകയാണ്. അപ്പോൾ സലിം സംവിധാനം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ സലിമിലെ നടൻ തുടർന്നും അഭിനയിക്കുമോ, അല്ലെങ്കിൽ സലിംകുമാർ ഒരു സംവിധായകൻ മാത്രമായി തുടർന്നുകൊണ്ടിരിക്കുമോ? എല്ലാ ചൂണ്ടകളാണ്. ഇപ്പം ഈ പല കമൽ സാർ എറിഞ്ഞു, നാദൃശ എറിഞ്ഞു, ബെന്നി എറിഞ്ഞു, റസാഖ് എറിഞ്ഞു. ചൂണ്ട കിടക്ക ഇങ്ങനെ. ഈ കരിമീനിനെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കണം, കൊത്തണം. അതല്ലെങ്കിൽ അവസാനം ഞാൻ മേടിച്ച ഫ്രൈ അങ്ങ് ചെയ്യും. അതെ, ഇവര് ആണ് തരേണ്ടത്. ബെന്നി ചോദിച്ചത് ഞാനൊരു സംവിധായകനാകും, അത് വേറെ ചൂണ്ടയാണ്. അതെ, തീർച്ചയായിട്ടും ഞാൻ സംവിധാനമാകും. എപ്പം? അതും അങ്ങനെ അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഇങ്ങനെ ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അനശ്വരതയിലേക്ക് കണ്ണുതൊട്ടിട്ട് ഞാൻ ഓൾറെഡി ഇപ്പോൾ സംവിധായകനാണ്. ഒരു ഡോക്യുമെന്ററി, ഒരു ഷോർട്ട് ഫിലിം. അതിന് മുകളിൽ നിന്ന് വഴക്കം വെക്കാനൊക്കെ ഉണ്ടായല്ലോ. ഏത്? അത് കണ്ടില്ല, ജൂറിമാര് കണ്ടില്ലെന്നുള്ളതാണ്. വഴക്കിന്റെ കാര്യത്തിൽ സലീമിന് ക്ഷാമൊന്നും ഉണ്ടാകുന്നില്ല. ക്ഷാമത്തിന്റെ അല്ലേ, അത് ഞാനൊരു പൗരന്റെ അവകാശം മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് അവാർഡ് കിട്ടിയില്ലെന്നോ ഒന്നും. ചലച്ചിത്ര അക്കാദമിക്കെതിരെ വാള് വീശി ഇറങ്ങി. തീർച്ചയായിട്ടും അത് ഇനിയും ഇറങ്ങും. എങ്ങനെ അവാർഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ആരും നേരത്തെ വാള് വീശി? ഛത്രപതി ശിവാജി ഇറങ്ങിയ പോലെയാണ് വാള് അല്ല, എന്നെ കൊണ്ട് അത് കാണുന്നുണ്ടോ? പൊക്കാളി ഒന്ന് നോക്ക്, ഈ നെല്ല് മരിച്ചുകൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേവലം 1-2 പേരുടെ അടുത്ത് മാത്രമേ ഇതുള്ളൂ, ഈ നെൽവിത്തുള്ളൂ. പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ സലിം കുമാർ. പക്ഷേ ഈ ചലച്ചിത്ര അക്കാദമിക്കാർക്ക് പോലും സലീമിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. സിനിമയെ പരിപോഷിപ്പിക്കുന്ന അവർക്ക് പോലും ഈ ഒരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള സലിമിൻ്റെ ഇങ്ങനെയുള്ള ഒരുപക്ഷെ സാമൂഹ്യ പ്രതിബദ്ധതയെ മുൻനിർത്തിയുള്ള ഈ ഒരു സബരിയെ പോലും അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. സലിം പൊട്ടിത്തെറിച്ചത് വെറുതെ അല്ല. ഞാൻ പറഞ്ഞത് ഇവർ കണ്ടില്ല. മാറ്റിക്കോ അത് ഇത് കാണണം.
ഇയാൾ എന്ത് വധമാണ് ചെയ്ത് വെച്ചതെന്ന് കാണണം. കാരണം ഇത് എൻ്റെ 1 വർഷത്തെ കഷ്ടപ്പാടാണ്. അതാണ് 1 വർഷം. ഇത് ചുമ്മാ പറയല്ല. ഇത് വിത്ത് ഇട്ട് കിള തുടങ്ങി വിത്തിട്ട് അത് മുളച്ച് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് എടുത്ത് അതിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം വരുന്നൊരു കൃഷിയുണ്ട്, നെൽകൃഷി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടയർ പ്രോണ്ട ഈ കാരച്ചെമ്മീൻ്റെ കൃഷി. അത് ചെയ്തു 1 വർഷം കറക്റ്റ് എടുത്തു. കൃഷി നിർത്തിയോ? ഏത് പൊക്കാളി നിർത്തിയോ? പൊക്കാളി ഇപ്പോൾ ആരുടെ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടാവില്ല. എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവിടെ തന്നെ 1-2 പേര് കൈകളിലുള്ളൂ. അവരും അവരുടെ മരണശേഷം ഇനി മക്കളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ സലീം ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരുപക്ഷെ ആ ഒരു പ്രോജക്റ്റിനോട് കുറച്ചും കൂടി ഗൗരവത്തോടെയും ആർജവത്തോടെയും അക്കാദമി പ്രവർത്തിക്കണമായിരുന്നു. തീർച്ചയായിട്ടും. അത് എന്താണെന്നെങ്കിലും അറിഞ്ഞിട്ട് ഒരു ഇപ്പോൾ ഈ ജൈവകൃഷി പുറകെ എല്ലാവരും നടക്കുന്നുണ്ട്. ജൈവവളം ഇടുന്നു. ഇതൊന്നും വേണ്ടാണ്ട് പ്രകൃതി നമുക്ക് തന്നൊരു നെല്ലാണ്. വളമേ വേണ്ട. പ്രകൃതി നൽകുന്ന വളം, പ്രകൃതി നൽകുന്ന വെള്ളം, ഇതുപയോഗിച്ച് പ്രകൃതി തന്നെ വളർത്തുകയാണ്. ഒരു മെഷീനറീസും അതിൻ്റെ കയറ്റാൻ പറ്റും. സലീം, അപ്പം ഈ ചോദ്യങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നു. ഒന്ന്, ദേശീയ അവാർഡ് തലയ്ക്ക് പിടിച്ചോ? ഒന്ന് പിടിച്ചില്ല. ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. 2, മലയാള സിനിമയിൽ നിന്ന് അല്പം മാറിയോ? ഇല്ല. 3, സെലക്റ്റീവായോ? ആയി. 4, കൊമേഡിയൻ രംഗങ്ങളിലേക്കുള്ള തിരിച്ചുവരവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. 5, ദേശീയ അവാർഡെല്ലാം വന്ന് സലീം കുമാറിൻ്റെ സ്വഭാവം തന്നെ അങ്ങ് മാറ്റിമറിച്ചു. അങ്ങനെ ഒരു അവാർഡിന് സ്വഭാവത്തെ മാറ്റിമറിക്കാൻ പറ്റും? ദുശീലം അങ്ങ് മാറി. ഒരു സ്വഭാവത്തെ മാറ്റാൻ ഒരു അവാർഡിനും പറ്റില്ല. ശരി, നോക്ക്. എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുന്ന സമയത്ത് ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത ആ സ്റ്റേജിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് സലീം കുമാറും എൻ്റെ ഫാദറും കൂടി ഇരുന്നിട്ട് ഈ ഓക്സിജൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതൊരു ടച്ചിങ്സ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എടുത്തിട്ട് അടിച്ചിട്ട് തിരിച്ചു വെക്കും. ഈ ഒരു വിഷൻ കണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനത്തെ ആളായിരുന്നു. അങ്ങനെ സലീം കുമാറിന്റെ വക സംഭാവന. സലീം കുമാറാണോ പൈൻറ്റ് പിടിച്ചിട്ട് പോയത്? പുള്ളി പഠിച്ചിട്ട് പോയിരിക്കുന്നത്. പക്ഷെ അതൊക്കെ പുള്ളിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു സലീം കുമാർ, ഹരിശ്രീ അശോകനൊക്കെ. അവരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് സംസാരിക്കാൻ എനിക്ക് കിട്ടില്ല. അപ്പൊ ചെപ്പോ തന്നെ വിളിക്കും, അവരത്തേക്ക് പോകും. അവരോട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞാനൊന്നും വേണ്ടുന്നില്ല. സത്യമാണ്, 100% സത്യമാണ്. ഇപ്പൊ ടച്ചിങ്സ് നിർത്തിയോ? ടച്ചിങ്സ് ഇപ്പൊ നിർത്തി. മദ്യപാനം നിർത്തി 2 വർഷം മുമ്പ് പോകണം. ആ ശോഭയും എല്ലാം പോയി മറഞ്ഞോ? ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ ശോഭ പോയി. നിർത്താതിരിക്കും ശോഭന വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ്. ഒന്നും ചെയ്യാൻ പാടില്ല എനിക്ക്. ഇനി മദ്യവെച്ച ചത്തു പോകുന്ന ആൾക്കാർ പറഞ്ഞു. ഇനി മദ്യവെച്ച് ചത്തു ആൾക്കാർ പറഞ്ഞില്ല, ഡോക്ടർമാർ പറഞ്ഞു. ഡോക്ടർ ചത്തൊന്നും പോകുന്നു പറഞ്ഞില്ല. ചത്തുപോലെ മരിച്ചു പോകുന്നു ഡോക്ടറൊന്നും പറഞ്ഞില്ല. പക്ഷേ കുടിച്ച് ഇല്ലെങ്കിൽ ഈ കരള് പറഞ്ഞതിനോട് എൻ്റെ കരള് പറഞ്ഞു, താങ്കൾ ഇമാതിരി കുടിയാണ് കുടിക്കാൻ പോകുന്നതെങ്കിൽ തലസ്ഥാനം എനിക്ക് രാജിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി. സലീമിൻ്റെ രൂപമൊക്കെ ഇടയ്ക്കൊക്കെ മാറിയിരുന്നു. ഇടയ്ക്ക് വല്ലാതെ മെലിഞ്ഞ് വല്ലാതെ ഒരു വികൃതമായ രീതിയിലേക്ക് വന്നു. ഇത് ഇപ്പോൾ വിക്രം 20 കിലോട്ട് കുറച്ചു. എല്ലാവരും കൈയടിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു ഏത് കഥാപാത്രത്തിന് വേണ്ടിയാണെന്ന്. സൽമാൻ ഖാൻ കുറച്ചു, ഏത് കഥാപാത്രത്തിന് വേണ്ടി കുറച്ചാണെന്ന് ചോദിച്ചു. ഞാൻ കുറച്ചപ്പോൾ ആൾക്കാർ ചോദിച്ച് എന്ത് അസുഖം വന്നിട്ടാണെന്ന് ചോദിച്ചു. ഈ വ്യത്യാസോ ഇതാണ് നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമാണ്. അതെ, അവരും നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനും വാങ്ങിച്ചു അതേ നാഷണൽ അവാർഡ് തന്നെയാണ്. അവര് നമുക്ക് പിൻകാലം വെച്ച് തൊഴിക്കരുത്. സലിമെ, ഈ ന്യൂ ജനറേഷൻ സിനിമകൾ എന്നൊക്കെ പറയുന്ന സിനിമകളെ കുറിച്ചുള്ള സലിമിന്റെ അഭിപ്രായം എന്താ? അല്ല, ന്യൂ ജനറേഷൻ സിനിമകളിൽ നല്ല സിനിമയുണ്ട്, മോശം സിനിമയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു. അത് ഒന്ന് കുറഞ്ഞത് മാത്രമല്ല, കുറച്ചുകൊണ്ട് പോയത് മറ്റുള്ള സിനിമക്ക് ഒരു വലിയ അടിയായിട്ടാണ്.
കാരണം ചാനൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഭയങ്കര കുഴപ്പത്തിൽ വിട്ടെടുക്കുകയാണ്. അതിന് ചാനലുകാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ഇത് തന്നെയായിരിക്കും 100-200 ഉണ്ടാക്കിയിട്ട് ചാനലുകളുടെ തലയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കില്ലായിരുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ ചെയ്തേക്കുന്ന ഒരു മലയാള സിനിമക്ക് ചെയ്തേക്കുന്ന ഏറ്റവും വലിയ പുണ്യം അത് തന്നെയാണ്. സിനിമേനെ ഈ രൂപത്തിലാക്കി എന്നുള്ള സംഭവമുണ്ട്. അതിന് നല്ലൊരു പങ്ക്. കാരണം ചാനലുകാരിൽ നിന്ന് പൈസ വാങ്ങിക്കുക, നിർത്തിപ്പോവുക, ഇവർക്ക് അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല, വിസിറ്റിംഗ് കാർഡ് പോലും ഇല്ല, ഇല്ലാത്ത ആളുകൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് ചാനൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് റൈറ്റിന് വലിയ പാടാണ്. കൊടുക്കാനില്ല, അവർ കൊടുക്കുന്നില്ല. കാരണം അവരുടെ അനുഭവങ്ങളാണത്, മനഃപൂർവ്വമല്ല, അവരുടെ അനുഭവങ്ങൾ. വരട്ടെ. ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അന്ന് കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിച്ചപ്പോൾ പരസ്യമായിട്ടന്ന് സലീം കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഞാൻ കെ കരുണാകരൻ്റെയും കെ മുരളീധരൻ്റെയും പാർട്ടിയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പത്രങ്ങളിൽ കൂടെ വായിച്ചു. അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു രംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടില്ലേ മുരളിയേട്ടാന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത്രയേറെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലും എൻ്റെ പിതാവിനെയൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും പങ്കാളിയായ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇതെല്ലാം ഉപരിയായി നല്ലപോലെ അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടൻ എന്നുള്ള നിലയിലും എനിക്ക് അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. രാഷ്ട്രീയപ്പോഴില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിലൊന്നും മാറ്റമില്ലല്ലോ. ഇല്ല. സലിമിൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്നുള്ളത് ഒരു സംവിധാനമായിരിക്കണം. അപ്പോൾ ഒരു നിർമ്മാണത്തിലേക്ക് പ്രവേശിച്ചു, ഇനി സംവിധാനത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഒരുപക്ഷെ സലിം തന്നെ സൂചിപ്പിച്ച കാര്യം. ഒരുപാട് സംവിധായകന്മാരുടെ ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു തീരുമാനമായിരിക്കും അത്. ഒരിക്കലും ഇല്ല. നമ്മൾ സൈഡിൽ കൂടി പോകുന്ന ഒരു ഓട്ടോറിക്ഷ. എന്തിനാ ഓട്ടോറിക്ഷ? ബെൻസ് ഓടിച്ചു പോകും. അല്ല, ഓട്ടോറിക്ഷയൊക്കെ അഭ്യാസം കാണിച്ചാൽ ആളുകൾ ഞെട്ടുള്ളൂ. പ്രേക്ഷക ലക്ഷങ്ങളെ തൻ്റെ അഭിനയത്തിലൂടെ അമ്മാനമാടുന്നത് പോലെ തൻ്റെ സംവിധാന മിഴിവിലും മികവിലും അമ്മാനമാടട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. തീർച്ചയായിട്ടും ഇനിയും സലിമിന് ഒരുപാട് കാലങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. 3 വർഷം കൊണ്ട് അഭിനയം നിർത്തണമെന്നുള്ള ആ തീരുമാനം ആദ്യം തന്നെ പിൻവലിക്കട്ടെ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ് അഭ്യർത്ഥിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പങ്കുവെച്ച സലിമിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.